കേരളത്തിൽ ഒരു എയിംസ് ആശുപത്രി വരുന്നുണ്ടെങ്കിൽ അത് കാസർഗോട്ട്. അത് സുരേഷ് ഗോപിയല്ല, ഇനി ആര് പറഞ്ഞാലും മറ്റൊരിടത്ത് നടക്കില്ല. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, കാസർഗോട്ടെ BJP നേതൃത്വം. അതായത് കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഭിന്നത എന്നതിനപ്പുറം കാസർഗോഡ് ജില്ലയിൽ എയിംസ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ മേഖലാ പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നത് സുരേഷ് ഗോപിയുടെ ഏകപക്ഷീയ നിലപാടിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. BJPയിൽ ഒരുപാട് പരിണതപ്രജ്ഞരായ പാരമ്പര്യമുള്ള നേതാക്കന്മാരുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അങ്ങ് തീരുമാനമെടുത്ത് കളയുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിനൊരു എയിംസ് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപി പറയുന്നത് കൊണ്ടുവരികയും ചെയ്യും, അത് ആലപ്പുഴയിൽ നൽകുകയും ചെയ്യും എന്ന തരത്തിലാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കാസർഗോട്ടെ BJP പറയുന്നത്. എയിംസ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും ഇക്കാര്യം ആദ്യം ആവശ്യപ്പെട്ടത് BJP ആണെന്നും പോസ്റ്റിൽ പറയുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, കാസർഗോഡിൻ്റെ ഒരു ഘടന അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ആരോഗ്യ സ്ഥിതിയും എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ വലിയ ദുരന്തം നേരിടുന്ന ഒരു പ്രദേശമായതൊക്കെ കൊണ്ട് കാസർഗോഡ് ഒരു എയിംസ് വേണമെന്ന് പറയുന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനുവേണ്ടി പ്രയത്നിക്കുകയുമാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് BJPയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭിന്നത എന്ന് പറയുന്നത് BJPയുടെ ഒരു കേന്ദ്രമന്ത്രി തന്നെ കാസർഗോട്ടല്ല, അത് അപ്പുറത്താണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടർക്കും മുഖ്യമന്ത്രിക്കും BJP ജില്ലാ നേതൃത്വം നിവേദനം നൽകിയെന്നും എയിംസ് സ്ഥാപിക്കാനുള്ള സാധ്യതാ പട്ടികയിൽ കാസർഗോഡ് ജില്ലയെ പരിഗണിക്കണമെന്ന് സർവകക്ഷി പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നും BJP നേതാവിൻ്റെ പോസ്റ്റിൽ പറയുന്നു. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഒത്തൊരുമിച്ച് ഒരു തീരുമാനമെടുത്ത് കാസർഗോഡിന് വേണ്ടി എയിംസിനായി പ്രവർത്തിക്കുമ്പോൾ BJPയുടെ ഒരു കേന്ദ്രമന്ത്രി അവിടേക്ക് തരില്ല എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കുറച്ചിൽ അവിടുത്തെ BJPക്കാർക്ക് തന്നെയാണ്. കാസർഗോട്ടെ BJP ഇനി ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് സമാധാനം പറയും എന്നുള്ളൊരു പേടി നേതൃത്വത്തിനുണ്ട്. ഈ ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ BJP പറയുന്നു. സംസ്ഥാന സർക്കാർ കാസർഗോഡ് ജില്ലയെ പരിഗണിക്കണമെന്നും ഒന്നുകൂടി പിണറായി സർക്കാരിനോട് ഇനി ആവശ്യപ്പെടാൻ പോവുകയാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അതായത് BJP നേതാവൻ തന്നെ തുരങ്കം വെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി പോയി CPM നേതാവായ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് അഭയം തേടുന്നത് എന്ന് പറയുമ്പോൾ BJPക്കാർക്ക് തന്നെ അതൊരു നാണക്കേടായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJP നേതാവ് സുരേഷ് ഗോപിക്കെതിരെ, കേന്ദ്രമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് കാസർഗോട്ടെ BJP അഴിച്ചുവിട്ടിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എയിംസ് തുടങ്ങാൻ യോഗ്യമായ പ്രദേശം ആലപ്പുഴയാണെന്ന് ഉള്ള കാര്യമാണ്. വികസനത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയെ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നല്ല സ്ഥാപനങ്ങൾ ആരോഗ്യരംഗത്തുള്ള ആലപ്പുഴയിൽ തന്നെ ഇനിയൊരു എയിംസ് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് ഏതു നാട്ടിന് കിട്ടിയാലും തെറ്റൊന്നുമില്ല. പക്ഷേ വീണ്ടും വീണ്ടും ആലപ്പുഴയ്ക്ക് അത് കൊടുക്കുമ്പോഴും പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഒരു മുടന്ത ന്യായമായിട്ട് കാണുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എയിംസ് ആലപ്പുഴയിൽ നിന്ന് വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിർബന്ധമായും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. എന്നാലും കാസർഗോഡിന് നൽകില്ല എന്നുള്ള സൂചനയും നൽകിയതോടുകൂടിയാണ് കാസർഗോട്ടെ BJP നേതൃത്വം സുരേഷ് ഗോപിക്കെതിരായി മാറിയത്. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തിൻ്റെ ഒരു പരിഗണനയിലാണുള്ളത്. രാജ്യത്ത് 22 എയിംസുകൾ അനുവദിച്ചെങ്കിലും കേരളത്തിന് അനുമതിയായിട്ടില്ല. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലൊക്കെ സർക്കാർ ഇതിനായി സ്ഥലം കണ്ടെത്തിയിരുന്നു. എങ്കിലും എയിംസ് വരുന്നേയില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും എയിംസ് കൊണ്ടുവരുന്നത് നല്ലതാണ്. അത് കൊണ്ടുവന്നാൽ BJPക്കുള്ളിൽ ഉണ്ടാകുന്ന വലിയ കലാപത്തിൻ്റെ ഒരു സൂചനയാണ് ഈ കാണുന്നത്. അത് സുരേഷ് ഗോപിയിൽ തന്നെ തുടങ്ങുകയുമാണ്.